ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഫാബ്സ് വേൾഡ് ടൂവിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എൻ്റെ ഡിഫൻബാഞ്ചിയ എൻ്റെ അഗ്ലോണിമ കളക്ഷൻസ് ഞാൻ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അത് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന എൻ്റെ അഗ്ലോണിമ അതുപോലെ ഡിഫൻബാഞ്ചിയ കളക്ഷൻ. ഇത് മിലിറ്ററി ഡിഫൻബാഞ്ചിയാണ്, നല്ല ഭംഗിയില്ല കാണാൻ, എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇത് പിന്നെ കലാത്തിയാണ്, അതല്ല അഗ്ലോണിമ ഡിഫൻബാഞ്ചിയ വെറൈറ്റീസാണ് ഈ നിൽക്കുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കുറച്ച് അങ്ങ് ഹൈറ്റ് അങ്ങ് വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അടിഭാഗത്തുനിന്ന് മുറിച്ച് കൊടുക്കും. അങ്ങനെ മുറിച്ച ഒരെണ്ണമാണ് ഇത് കേട്ടോ. ഇങ്ങനെ മുറിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മേലെയുള്ള ഭാഗം ഞാൻ വേറൊരു തയ്യമാക്കും. പിന്നെ നമ്മുടെ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റമ്പുകളും പൊട്ടിമുളയ്ക്കും. അപ്പം നമുക്കത് റീപ്ലാന്റ് ചെയ്ത് പുതിയ പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാം. പിന്നെ ഞാൻ അതിന് ഇട്ട് കൊടുക്കുന്ന വളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാണകപ്പൊടിയാണ് കേട്ടോ. ചാണകപ്പൊടി മണ്ണും മണലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാനിതൊക്കെ നടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ മഴയൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാം കുത്തി ഇളക്കി അതിൻ്റെ ചുവട്ടിൽ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെന്താ, നമുക്ക് ഒരുപാട് സൂര്യപ്രകാശം വേണ്ട, മിതമായ സൂര്യപ്രകാശം മതി. ഇപ്പോൾ എൻ്റെ ഈ ഫ്രണ്ടിൽ എന്ന് പറയുമ്പോൾ മാവ് നിൽക്കുന്നത് കൊണ്ട് നേരിട്ട് സൺലൈറ്റ് അടിക്കുകയില്ല, എന്നാൽ സൺലൈറ്റ് കിട്ടുകയും ചെയ്യും. ആ രീതിയിലാണ്, അതുകൊണ്ടാണ് ഇത് ഇത്ര എനർജറ്റിക്കായിട്ട് നമ്മുടെ പ്ലാന്റ്സ് എല്ലാം നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പിന്നെ നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും നമുക്ക് ഈ ഡിഫൻബാഞ്ചിയ അഗ്ലോണിമയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞങ്ങൾക്കൊരു മഴയൊക്കെ കിട്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതെല്ലാം എടുത്ത് ഞാൻ മഴയത്തേക്ക് ഒരു പ്രാവശ്യം വെച്ചു. അപ്പോൾ ഒരു മഴ നന്നായി കൊള്ളിച്ചു. നമ്മളങ്ങനെ ഇതിനെ പിന്നെ ഒരുമിച്ച് നിർത്തി മഴ കൊള്ളിക്കുന്നത് വളരെ നല്ലതാണ്. അതപ്പോൾ ഒരുപോലെ നമ്മൾ ഈ വന ഷെയ്ഡുകളിലെല്ലാം നിൽക്കുന്ന ചെടികളാണിത്. അപ്പോൾ അവർക്കെല്ലാം സൺഷെയ്ഡ് നേരിട്ട് ലഭിക്കാതെ പിന്നെ ഇതിൻ്റെ മരങ്ങളുടെ ചുവട്ടിൽ നിന്ന് നല്ല ഭംഗി വളരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും മഴയൊക്കെ ഒരുപോലെ കിട്ടുന്നതാണല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, എല്ലാ മഴയത്ത് എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ മഴ ഇല്ലാത്ത സമയമാണെങ്കിലും ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചൊരു പൈപ്പിന് നല്ലോണം ഇങ്ങനെ എന്താ പറയുക ചിരിച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മഴ പെയ്ത ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വരും. അപ്പോൾ ഇത് നല്ല എനർജറ്റിക് ആയിട്ട് നിൽക്കും കേട്ടോ. അതാണ് ഒരു ട്രിക്ക്. പിന്നെ രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ ഈ പ്ലാന്റ്സുകളെല്ലാം ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിങ്ങനെ ഒരുമിച്ച് വെക്കുമ്പോൾ അവർ കുറച്ചുകൂടി ഉഷാറായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതെല്ലാം ഡിഫൻബാഞ്ചിയ അഗ്ലോണിമ കളക്ഷൻസ് എല്ലാം ഒരുമിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്, അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് വലിയ മെയിൻ്റെനൻസ് ഇല്ലാതെ, അതായത് പോട്ടി മിക്സ് നന്നായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് ഇതുപോലെ ഫലപുഷ്ടിയായിട്ട് വരും. മണ്ണ്, മണല്, ചാണകപ്പൊടി, അല്ലെങ്കിൽ ചാണകപ്പൊടി കിട്ടാനില്ലെങ്കിൽ വെർമി കമ്പോസ്റ്റ് ആയാലും മതി, മിക്സ് ചെയ്തിട്ട് നട്ടാൽ മതി, നല്ല രീതിയിൽ വരും. പിന്നെ അതിൻ്റെ ചോടൊക്കെ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് ഇച്ചിരി ചാണകപ്പൊടിയോ വെർമി കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ഉഷാറായിട്ട് ഇതുപോലെ നിൽക്കും കേട്ടോ. കാരണം നല്ല ഭംഗിയില്ലേ. ഇതിൻ്റെ തൈകളൊക്കെ ഞാൻ റെഡിയാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു മൺസൂൺ ഓഫർ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയുള്ള ഇതിൻ്റെ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്. റോഡ് സൈഡാണ്, വണ്ടിയിൽ സൗണ്ട് എനിക്കറിയാം ഉണ്ടെന്ന്, പക്ഷേ ഞാൻ ഇത്ര നേരിട്ട് പറയുന്നത് പോലെ ഒരു എഫക്റ്റ് ആവുമല്ലോ സൗണ്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ്. അതിപ്പോൾ വളരെ കുറച്ചുള്ളൂ. എൻ്റെ മോള് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാനൊന്നും ഉണ്ടാവില്ല, ഞാൻ തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പം നമുക്ക് ചിലപ്പം എന്താ പറയുക, സൗണ്ട്സ് മാത്രമേ വരുള്ളൂ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഈ പ്ലാന്റ്സിൻ്റെ കെയറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങളും കെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പ്ലാന്റ്സ് ഇതുപോലെ നല്ല എനർജറ്റിക്കായിട്ട് നല്ല ഫലപുഷ്ടിയായിട്ട് നിൽക്കും. ഇപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.